ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഗസ്റ്റ് എല്ലാം വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നാസ്ത അതല്ലെങ്കിൽ ഡിന്നറെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ റെസിപ്പി നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ. സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് പനീർ ബട്ടർ മസാല അതുപോലെ ബട്ടൂറ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്നതിൽ കാട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഔത്തലാക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാസ്ത ആയിട്ടിരിക്കുന്നത് അതുപോലെ ഡിന്നറായിട്ടും ആക്കുക അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ആക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെ ആക്കണേ അങ്ങനെ നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുകയും ഷെയർ ആക്കുകയും മറക്കണ്ട. അത് ഫസ്റ്റ് ഞാനൊരു ബൗൾ എടുത്തത് ಅದಕ್ಕೆ ನಾನು 3 ಟೇಬಲ್ ಸ್ಪೂನ್ ರವೆ ಇಟ್ಟು കൊടുക്കുക. വലിയ സ്പൂണിൽ 3 സ്പൂൺ റവ സോജു ഉണ്ടല്ലോ അത് ഞങ്ങൾ തണ്ണി വിറ്റിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇതൊരു 5-10 മിനിറ്റ് ഞങ്ങൾ ഇത് നനച്ച് വയ്ക്കണം. സാധാ തണ്ണി വിറ്റിങ്ങായിട്ട് ഇതുപോലെ തണ്ണി കണ്ടല്ലോ എത്ര ഉണ്ടോ നല്ല മിക്സ് ആക്കിയുള്ളൂ. മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഞങ്ങൾ ഇതൊന്ന് നല്ല നനയൊക്കെ വയ്ക്കണം. അപ്പോൾ ഇതൊരു സൈഡിലേക്കിട്ട് ഇനിയിപ്പോൾ ഒരു ബൗൾ എടുത്ത് ಅದಕ್ಕೆ ನಾನು 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മൈദത്തിലാക്കറി അല്ലെങ്കിൽ ഗോതിയിലാക്കറി അതുവോ മൈദത്തിലാക്കറി ഒന്നും കൂടി നല്ല ആവും. അപ്പോൾ നിങ്ങൾ 2 കപ്പ് മൈദത്തിലാക്കറി 2 സ്പൂൺ റവ എടുത്തെങ്കിൽ അപ്പോൾ 3 കപ്പ് റവ എടുത്തിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ തെല്ല് ബേക്കിംഗ് സോഡ അതേപോലെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ടേസ്റ്റ് വേണം എത്ര ഉപ്പ്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബേക്കിംഗ് സോഡ തെല്ല് ആറിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടും അതേനല്ലേ. അതിൽ പിന്നെ ഉപ്പ് ടേസ്റ്റ് വേണം എത്ര പിന്നെ തെല്ല് ഓയിലും വെത്തി കൊടുത്തേ ഒരു 1/2 കപ്പ് തൈര് 1/2 കപ്പിടെ കടത്തിൽ ആരെങ്കിലും വെളിവിസല്ല പിന്നെ ഗട്ടി തൈര് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു തൈര് ഞങ്ങൾ ഗട്ടി തൈര് വേണ്ടില്ല സാധാ തെല്ല് ലൂസായിട്ടുള്ള തൈരായെങ്കിലും വെളിവിസല്ല അതിട്ടിട്ട് പിന്നെ ഞങ്ങൾ നനച്ച് വെച്ച് സോജി ഇട്ടിട്ട് എല്ലാം ഫസ്റ്റ് ഒന്ന് നല്ല മിക്സ് ആക്കി എടുത്തോളൂ. ഇതിരൊട്ടിക്ക് 1 സ്പൂൺ നിങ്ങൾ ഷുഗർ ഇട്ടുള്ളൂ. എനിക്ക് ഷുഗർ ഇടുമ്പോൾ മറന്ന് ഷുഗർ ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല കളറും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അത് 1 സ്പൂൺ ഇട്ടെങ്കിൽ അപ്പോൾ നല്ല ഫസ്റ്റ് നല്ല മിക്സ് ആക്കിയിട്ട് എക്സ്ട്രാ ബേനായ തണ്ണി വീത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇത് കൊലിച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിൽ ഇത് കൊലിച്ചെടുക്കണം. ഞങ്ങൾ കിച്ചൺ ടോപ്പിൽ എങ്ങനെ ഇട്ടിട്ട് നല്ല 10 മിനിറ്റ് നല്ല കൊലിച്ചിട്ട് എടുക്കണം. ഒരു 10 മിനിറ്റെല്ലാം കൊൽക്കറിങ് നല്ലേ ഞങ്ങൾ എത്ര നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കൊൽക്കറ അത്രയും ഞങ്ങൾ ബട്ടൂർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലെ നല്ല കൊലിച്ചിട്ട് എടുത്തേ കണ്ടല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി പിറ്റിട്ട് കാട്ടി ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു ഒന്നും കൂടി മെത്തനാവണം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കൊലിച്ചെടുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് മേൽക്ക് സൈഡുകളിൽ തെല്ല് ഓയിലാക്കി കൊടുക്കുക. ഓയിലാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് റെസ്റ്റ് വയ്ക്കണം. അപ്പോൾ ഇതൊരു 3 ಗಂಟೆ ഞാനിവിടെ റെസ്റ്റ് വയ്ക്കുന്നത്. 3 ಗಂಟೆ ടൈം അപ്പുറമായെങ്കിൽ വെളിവിച്ചല്ല 3-4 ಗಂಟೆയെങ്കിലും വെളിവിച്ചല്ല. അപ്പോൾ അത് ഇവിടേക്കിട്ട് ഇനിയിപ്പോൾ പാൻ വെച്ചിട്ട് ഓയിൽ വിത്ത് കൊടുത്തേ. ഓയിൽ അതല്ലെങ്കിൽ ബട്ടർ ഇട്ടെങ്കിൽ ബട്ടറും ആവും. അതിൽ പിന്നെ ഇതിക്ക് നീരുള്ളി വേണം. അപ്പോൾ നീരുള്ളി ഇവിടെ ഞാൻ ഒരു 3 നീരുള്ളി എടുത്തേ കണ്ടില്ലെങ്കിൽ ഇത് ചുമ വലുതല്ല ചെറിയൊരു 3 നീരുള്ളി പിന്നെ അതേപോലെ ഒരു മീഡിയം സൈസിൽ നീരുള്ളി ഉണ്ടല്ലെങ്കിൽ ഒരു 2 നീരുള്ളി എല്ലാം വേവും. അതിലൊട്ടിക്ക് ഒരു 2 പച്ചമുളക് ഇട്ടേ 2-3 ഇങ്ങനെയെല്ലാം ഇടാം. അപ്പോൾ ഇതൊന്നും ഇതിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ചുമ ഫ്രൈ ആവണോ ബ്രൗൺ കളർ ആവണിട്ടില്ല നല്ല ഫ്രൈ ഒരു പാതി ഫ്രൈ ആയിട്ട് വന്നെങ്കിൽ വേണം. ഇത് അരക്കുകൊണ്ട് അതുകൊണ്ട് ചുമ ഫ്രൈ ആവണിട്ടില്ല. അപ്പോൾ ഇത് പാതി ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലൊട്ടിക്ക് പിന്നെ ഞങ്ങൾ ഇതിക്ക് പിന്നെ ഇഞ്ചി വെല്ലുള്ളി അതെല്ലാം ഇട്ട് കൊടുക്കുക. ഇത്ര ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ചെറിയ പീസ് ഇഞ്ചി ഇത് അതിൽ പിന്നെ വെല്ലുള്ളി ഇതാക്കണ്ടല്ലോ നിങ്ങൾക്ക് ചുമ ഇഞ്ചി വെല്ലുള്ളി ചുമ എല്ലാം വേണ്ട. ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റും ഇടാം നിങ്ങൾക്ക്. പിന്നെ ഒരു 3 ടൊമാറ്റോ ഇട്ടേ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കുക. നല്ല ഒന്ന് ഫ്രൈ ആവട്ടെ ജസ്റ്റ്. അതിൽ പിന്നെ ഇതിലൊട്ടിക്കുമ്പോൾ ഇതിൽ മഞ്ഞളുടെ പൊടി മുളക് പൊടി പിന്നെ കാഷ്യൂ അതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിൽ കാഷ്യൂ ഇട്ട് കൊടുത്തേ ഒരു 8 to 10 അങ്ങനെ ഇട്ടെങ്കിൽ 10 അല്ലെങ്കിൽ ഒരു 12 അതിൽ കട്ടി 6 പേരുണ്ടില്ല ഒരു 8 to 12 ഉള്ളിൽ നിങ്ങൾ മേയാവും. അതിൽ പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി അതേപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി. അപ്പോൾ ഈ ഒരു മുളക് പൊടി ഇടുമ്പോൾ എനിക്ക് ക്യാമറ ഓഫ് ആയിട്ട് കാണലിങ്ങൾ ഇട്ട് കൊടുത്തേ. വലിയ സ്പൂണിൽ 3/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ. അപ്പോൾ അത് നിങ്ങൾക്ക് 3/4 സ്പൂൺ നിങ്ങൾ കാറെല്ലാം നോക്കിയിട്ട് വേണിട്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെല്ലാം ഇടാം. അപ്പോൾ 3/4 സ്പൂൺ കറക്റ്റ് ആയിട്ട് നോക്കിയുള്ളൂ. അപ്പോൾ ഈ മുളക് പൊടി മഞ്ഞളുടെ ഇതെല്ലാം ഇട്ടിട്ട് തെല്ല് നേരം ഒന്ന് ആടി ഇതിൽ തെല്ല് നേരം ഒന്നും കൂടി ഇതിങ്ങനെ മിക്സ് ആക്കിക്കൊണ്ട് വേണം. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് പിന്നെ തണ്ണി വിറ്റിട്ട് ഇതൊന്ന് വേവ് വയ്ക്കണം. അപ്പോൾ തണ്ണി ഞങ്ങൾക്ക് ഒരു 3/4 കപ്പിടെ അത്ര ഞാനിപ്പോൾ ബീത്തി കൊടുക്കുക. 3/4 കപ്പ് അത്രമേ ഒരു കപ്പിടെ ഉൾക്കെല്ലാം ഞങ്ങൾ ബീത്ത. അപ്പോൾ തണ്ണി കുറോടി അവിടെ തന്നെ പിന്നെ നോക്കിയിട്ട് ബീത്തിങ് ആയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ വേവട്ടെ നല്ല മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഞങ്ങൾ ഇത് 10 to 15 മിനിറ്റ് ഇത് നല്ല വേവണം. ഇടയിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുറു. തണ്ണി നശുന്ന പോലെ കുറോടി ഉണ്ടെങ്കിൽ തണ്ണി ബീത്തി കൊടുത്തിങ്ങായിട്ട്. അപ്പോൾ ഇവിടെ നീരുള്ളി ഇതെല്ലാം മസാല എല്ലാം നല്ല വെന്തിട്ട് വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വേപ്പട്ടിങ് ഇട്ട്. അപ്പോൾ കണ്ടില്ലെങ്കിൽ ഇതുപോലെ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോകണു. ചൂടെല്ലാം പോയാൽ പിന്നെ മിക്സിയിൽ ചേർക്കിട്ടിട്ട് നല്ല അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആക്കി എടുക്കണം. എത്ര ഞങ്ങൾ നൈസായിട്ട് ഇറക്കാവിടെ അതുപോലെ നല്ല നൈസായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഗട്ടി ഉണ്ടെങ്കിൽ ബേനിങ്ങത്തിൽ തണ്ണി ബീത്തിയല്ല. അപ്പോൾ അത് അരച്ചെടുത്തേ നല്ല. ഇനിയിപ്പോൾ പാൻ വെച്ചിട്ട് നിങ്ങൾക്ക് തെല്ല് ബട്ടർ ഇട്ട് കൊടുക്കണം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ അത്ര ബട്ടർ ഇട്ട് കൊടുക്കുക. അതിൽ പിന്നെ തെല്ലിയാറ് ഇട്ടെങ്കിലും നല്ലമേ പിന്നെ ഞങ്ങൾ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലേ അതും വിത്തി കൊടുത്തേ. പിന്നെ മിക്സി ജാർ കലക്കിയിട്ട് തണ്ണി വിത്ത് തണ്ണി ഈ ടൈമിൽ ചുമ തണ്ണി വിത്തിട്ട് ലൂസ് ആക്കണ്ട കാട്ടണാണ് എത്ര ഗട്ടിയായിട്ട് വേണുണ്ടോ. പിന്നെ ചുമ ഗട്ടിയും വേണ്ട. നിങ്ങൾ കാഷ്യൂ എല്ലാം ഇട്ടതല്ലേ ടേസ്റ്റ് വേണം എത്ര ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ഉപ്പിട്ടിട്ടില്ല എന്നിട്ട്
അപ്പോൾ ഇത് ഈ ടൈമിൽ ചെറിയ തീയിൽ വെച്ചെങ്കിൽ ഇങ്ങനെ തീ ജോറാക്കി വെച്ചെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ തിരിക്കുമല്ലോ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചെങ്കിട്ട് നല്ല പായക്കൊണ്ടത് നല്ല പായച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇതാ കറി തണ്ണി ഉപ്പ സ്റ്റില്ല് ഭിത്തി കൊടുത്തിട്ടാണ് ഇത്ര ഇതായിട്ടുണ്ട് ഗട്ടിയായിട്ടുണ്ട്. അതിൽ പിന്നെ നിങ്ങൾ ಇದಕ್ಕೆ നിങ്ങൾ കയ്യിൽ ഉണ്ടുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അത്ര ടൊമാറ്റോ സോസ് കെച്ചപ്പ് ഏതും ആവും. അത് ഇല്ലെന്നുണ്ടെങ്കിൽ ಬೇನುಂಟಿಲ್ಲ ಇದ್ರಂಗೆ നല്ല ടേസ്റ്റ് ആവും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലുണ്ടോ അതിൽ പിന്നെ നിങ്ങൾക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ ജീരകത്തെ പൊടി കണ്ടല്ലെങ്കിൽ ഇതും ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല പയച്ചിട്ട് പറഞ്ഞു. അപ്പോൾ കറി നിങ്ങൾ എത്ര ഗട്ടി ഉണ്ടെന്ന് കണ്ടില്ലേ ഇതുപോലെ ആയിട്ട് വേണം. ഇതിനെ കാട്ടി ചുമ ലൂസ് അവിടെ വേണ്ട. അതിൽ പിന്നെ ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷുഗർ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് ചെറിയൊരു സ്വീറ്റ് ഇരിക്കുന്നത് ഇപ്പോൾ പുറത്ത് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന പനീർ ബട്ടർ മസാല നല്ല മധുരം ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്ര മധുരം വേണമെങ്കിൽ നോക്കിയിരുന്നാൽ ഇതിപ്പോൾ ചുമ മധുരം ഇരിക്കില്ല നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പാക്കുക. ആ ഒരു സ്വീറ്റ് വേണം അപ്പോൾ നല്ല ടേസ്റ്റ് ഇടും. അപ്പോൾ അതുകൊണ്ടിട്ട് തെല്ല മധുരം ഇടണമെങ്കിൽ ചെറിയ സ്പൂണിലത് ചുമല്ല മധുരം ഇട്ടിട്ട് നല്ല പയച്ചിട്ട് വരുമ്പോൾ അത് ഇതുപോലെ പനീർ ഇട്ടെങ്കിട്ട്. അപ്പോൾ പനീർ ഞാനിവിടെ 300 ഗ്രാം പനീർ ഇട്ട് കൊടുത്തിട്ടാണ്. ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി ഒരു 5 മിനിറ്റ് നല്ല ഒന്ന് ഇതോടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഇത് നല്ല പായ്ക്കറ്റ് ഒരു 5 മിനിറ്റ് മതിയാവും. അത്ര കാട്ടി ആറ് ടൈം വേണ്ടിയില്ല. ഇതാ നല്ല ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് എല്ലാം ആയിട്ട് ഇത്ര മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു 1/4 കപ്പ് ഇത്ര ക്രീം ഞാനിപ്പോൾ കുക്കിംഗ് ക്രീം വീത്തി കൊടുത്തേ. കുക്കിംഗ് ക്രീം അതല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഏതും ആവും നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീം ഉണ്ടോ അത് വീത്തിയങ്ങത്ത്. അതിൽ പിന്നെ നിങ്ങൾ ഇതിക്ക് കസൂരി മെത്തി വേണോ അത് ഞങ്ങൾക്ക് ഫ്ലേവറെല്ലാം എത്ര വേണം അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിങ്ങായിട്ട് പിന്നെ അതിൽ കൊത്തമ്പരി സോപ്പ് ഇട്ടെങ്കിൽ നിങ്ങൾ പനീർ ബട്ടർ മസാല അവിടെ റെഡി ആയിട്ട് കണ്ടല്ലേ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്രീം ഇല്ലെങ്കിൽ വലിയ ഇഷ്ടമല്ല ക്രീം ഇല്ലാണ്ട് ഞങ്ങൾക്ക് ക്രീം ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്നതിനെ കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നിങ്ങൾ ഔത്തലാക്കുറീങ്ക. അപ്പോൾ നിങ്ങൾ പനീർ ബട്ടർ മസാല അവിടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇതാ നിങ്ങൾ ഇത് പിട്ട് കൊലിച്ച് വെച്ച് 3 ഗಂಟೆല്ലാം ആയിരൂടെ ഇപ്പം നിങ്ങൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് കണ്ടല്ലേ നിങ്ങൾക്ക് 3 ഗಂಟೆല്ലാം കഴിഞ്ഞിട്ട് അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് പരത്തിയിട്ട് നിങ്ങൾ പൂരി പോലെ പരത്തിയിട്ട് ആക്കണമെങ്കിൽ അതുപോലെ ആക്കുക. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് വലിയ പരത്തിയിട്ട് 4 പീസ് കട്ടാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. വലിയ ഉണ്ടാക്കിയിട്ട് എടുക്കുമോ നിങ്ങൾ പൂരി പോലെ വേണമെങ്കിൽ പൂരി കാട്ടി തെൽ വലിയ ആക്കിയിട്ട് പരത്തിങ്ങായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് പരത്തുമ്പോഴത്തേക്ക് ഓരോന്ന് ഞങ്ങൾ ഇങ്ങനെ പരത്തി എടുക്കില്ല. അപ്പോൾ പരത്തി എടുക്കുമ്പോൾ ബാക്കി പിറ്റ് ഞങ്ങൾ അവിടെ മൂടി വെക്കണം. ഓപ്പണിൽ വെക്കണ്ട. ഓപ്പണിൽ വെച്ച് അത് ഡ്രൈ ആവിടും. അപ്പോൾ മൂടി വെക്കണം. അപ്പോൾ മൈദ ഇതുപോലെ മൈദ വേണമെങ്കിൽ തെല്ല് മൈദ ഇട്ടുള്ളൂ. അതല്ലെങ്കിൽ ഓയിൽ ഇട്ടിട്ട് പരത്തിരെങ്കിൽ അതും ആവും. അപ്പോൾ ഇത് പൂരി പോലെ പരത്തിരെങ്കിൽ നിങ്ങൾ പൂരിയുടെ കാട്ടി തെൽ വലുതാക്കിയിട്ട് നല്ല തിക്കിൽ ഗട്ടിയിൽ ദപ്പത്തിൽ പരത്തിയെടുക്കണോ കാട്ടുறேன் ഞാൻ. അപ്പോൾ ഇത് ഞാൻ വലിയ പരത്തിയിട്ട് ഇങ്ങനെ 4 പീസ് കട്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ പരത്തി എടുക്കറേ. അതല്ലെങ്കിൽ നച്ചത പോലെ പൂരി പോലെ പരത്തിരെങ്കിൽ അതും ആവും. അപ്പോൾ ഇതാ ഇതുപോലെ ഇത്ര ദളത്തിൽ പരത്തി എടുത്തിട്ട് കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ക്യാമറത്തിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണണമെന്ന് വന്നില്ല. അപ്പോൾ തെല്ല് ദള വീണു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഞങ്ങൾ ഇത് നല്ല ചൂടായ എണ്ണ ഇട്ടിട്ട് ഞങ്ങൾ ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇതാ എണ്ണ നല്ല ചൂടായിട്ട് വന്നിട്ട് ഫസ്റ്റൊക്കെ കുറേ നേരം ഞങ്ങൾ നല്ല ഹൈ ഫ്ലെയിമിലേക്ക് നല്ല ചൂട് വീണു. പിന്നെ ഞങ്ങൾ കുറേ ബട്ടൂറാക്കിയാൽ പിന്നെ വേണ്ടിട്ടെങ്കിൽ ഇടയിൽ ഒന്ന് എണ്ണ എടുത്ത് ഒന്ന് കുരുടാക്കിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി കൊടുത്തേങ്ങത്ത്. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നല്ലേ അപ്പം ഞങ്ങൾ എടുത്തിട്ട് ಬೇಗ ಮಾಡಿ ചുമ നേരന്തില്ല ഇതാവും. പിന്നെ നല്ല പൊന്തിയിട്ട് പണ്ട് ഇത് പൊന്താണ്ട് അവിടെ അങ്ങനെ എന്തില്ല. പിന്നെ അതേപോലെ തെല്ലും എണ്ണ കുടിക്കില്ല. പിന്നെ ഇത് ഞങ്ങൾ പരത്തുறது ಯಾರು ಕೊಡಿಯಂಗೆ തെലുപ്പായെങ്കിൽ സമ പൊന്തിയിട്ട് വന്നില്ല. അത് മാത്രം നോക്കിയുണ്ടെങ്കിൽ ഇത് അല്ലാണ്ട് ഇത് പൊന്താണ്ട് അവിടെ അങ്ങനെ എന്തില്ല. നല്ല പൊന്തിയിട്ട് വണ്ടില്ല നല്ല കറക്റ്റായിട്ട്. പിന്നെ തെല്ലും എണ്ണ കുടിക്കില്ല അങ്ങനെയല്ല നല്ലതായിട്ട് വേണ്ട. അപ്പോൾ ഇതാ ഈ ഒരു കളറാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാം ഞങ്ങൾ ഇതേപോലെ ആക്കി കേട്ടു. ഇത് പിന്നെ നല്ല ചൂടോടെ തിന്നണം. കുറേ നേരം മുന്നോലും റെഡിയാക്കി വെച്ച് നാസ്റ്റ് എല്ലാം തണിഞ്ഞിട്ട് അങ്ങനെ തിന്നണെങ്കിൽ അത്ര നല്ലവല്ല. കുറേ ഞങ്ങൾ ഇപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് എപ്പോൾ ഞങ്ങൾ നാസ്റ്റ് ആക്കുക ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇത് എല്ലാ ബട്ടൂരെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിങ്ങത്തെ. അപ്പോൾ ചൂടോടെ തിന്നുമ്പോൾ അതിലൊരു ടേസ്റ്റ് വേറെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ ആക്കിയിട്ട് എടുത്തിങ്ങത്തെ. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ആക്കിയിട്ട് എടുത്തേ. ഇതിപ്പോൾ ഞാൻ പിട്ട് കൊളിച്ചത് എല്ലാം ആക്കിയിട്ടില്ല. ചെന്ന് ഞങ്ങൾക്ക് ടൈം ആയിട്ടില്ല നഷ്ടത്തേക്ക്. അപ്പോൾ കുറേ നിങ്ങൾ കാട്ടോ വേനായിട്ട് മാത്രം ആക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ ബാക്കി പിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെങ്കിട്ട് അപ്പോൾ നാലെല്ലാം ആക്കും പിറ്റ് എണ്ടെല്ലാം ആക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവും നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ട. അങ്ങനെ പിറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചെങ്കിട്ട് അപ്പോൾ കണ്ടല്ലേ നിങ്ങൾക്ക് ഏണ ഉണ്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തെല്ലും എണ്ണ കുടിക്കില്ല. ഇത് തിന്നുക നല്ല ടേസ്റ്റ് ആണ്. ചെന്ന പോലെ ചൂടോടെ തിന്നുക അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇത് ബട്ടർ ചിക്കനും അതേപോലെ വേറെ ചിക്കൻ കറി ഇറച്ചി കറി നോൺ വെജ് ഏത് കറിക്കും പിന്നെ ഇതുപോലത്തെ
പനീർ ബട്ടർ മസാല അങ്ങനെ പിന്നെ അതില്ലെങ്കിൽ മഷ്റൂം കറി അതിലൊട്ടിಗೆಲ್ಲ നല്ല ടേസ്റ്റ് ഇടും ഇതാ ഞങ്ങൾ ഇന്നത്തെ കറി കൂടെ റെഡി നാസ്ത കൂടെ റെഡി ആയിട്ട് പനീർ ബട്ടർ മസാല ബട്ടൂറ് രണ്ടും നച്ചൊന്നും പോലെ സൂപ്പർ കോമ്പിനേഷൻ ഇട്ടിക്കറേ മേൽക്കത്തിൽ ബട്ടർ ഇട്ട് കൊടുത്തേ അതേപോലെ ക്രീം അതെല്ലാം വിത്തി കൊടുത്തേ നിങ്ങൾ കാണുമ്പോൾ വന്നോ ഞങ്ങൾ ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്നതിനെ കാട്ടി നല്ല ടേസ്റ്റ് ആയിട്ടിക്കറേ സൂപ്പർ ടേസ്റ്റ് ആയിട്ടിക്കറേ ട്രൈ ആക്കി നോക്കറോ ഇതിലെന്തെങ്കിലും നിങ്ങൾ ഡൗട്ട് ഉണ്ടോ എനിക്ക് കേട്ടിങ്ങായിട്ട് ഇപ്പോൾ കണ്ടാറല്ലേ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കറോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടം ആയിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കറോ കമൻറ്റ് ആക്കറോ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ ಈ ವಿಡಿಯೋ ಶೇರ್ ಹಾಕಿಟ್ಟು ಕೊಡ್ಕರು ಆರೆಗೆ ನನ್ನ ಈ ಚಾನೆಲ್ ಫಸ್ಟ್ ಆയിട്ട് കാണുകയാണെങ്കിൽ ಚಾನೆಲ್ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടേ മുകളിൽ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കറോ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും